അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. 5ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ അഹ്കാമുൽ ഇസ്ലാം എന്നുള്ളതായ കിതാബ് എനിക്കുള്ളതായ ഓൾഡ് പേപ്പറുകളാണ് ഇതിപ്പോൾ നമ്മൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ മനസ്സിലാക്കാനും നല്ല രീതിയിൽ മാർക്കുകൾ നേടാനും അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ശരി ഉത്തരത്തിൻ്റെ കോളത്തിൽ ശരി എന്ന് അടയാളപ്പെടുത്തുക. 1. ദുൽഹിജ്ജ 9-ന് ഹാജിമാർ ഒരുമിച്ച് കൂടുന്നു. മിനയിൽ, മുസ്ദലിഫയിൽ, അറഫയിൽ. അറഫയിലാണ് ഹാജിമാർ ഒരുമിച്ച് കൂടുന്നത്. ഏത് മാസത്തിൽ? ദുൽഹിജ്ജ 9-ന്. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ചോദ്യമാണ്, നോമ്പനുഷ്ഠിക്കൽ സുന്നത്തുള്ളതായ ദിവസം ഞായറാഴ്ച, തിങ്കളാഴ്ച, വെള്ളിയാഴ്ച. തിങ്കളാഴ്ച ദിവസമാണ്. മൂന്നാമത്തെ ചോദ്യമാണ്, ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് 600 മില്ലി ലിറ്റർ, 3.200 മില്ലി ലിറ്റർ, 800 മില്ലി ലിറ്റർ. 3.200 മില്ലി ലിറ്ററാണ് നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. നാലാമത്തെ ചോദ്യം, സക്കാത്ത് നിർബന്ധമില്ലാത്തതായ വസ്തു ഈത്തപ്പഴം, ആപ്പിൾ, മുന്തിരി. ആപ്പിൾ എന്നുള്ളതാണ് സക്കാത്ത് നിർബന്ധമില്ലാത്തത്. അപ്പോൾ സക്കാത്ത് നിർബന്ധമുള്ള 8 ഇനങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഓക്കെ. അടുത്ത പേജിൽ 5ാമത്തെ ചോദ്യം, മയ്യത്ത് നിസ്കാരത്തിൽ 3-ാം തക്ബീറിന് ശേഷം എന്ത് ചെയ്യണം? ദുആ ചെയ്യണം, ഫാത്തിഹ ഓതണം, സ്വലാത്ത് ചൊല്ലണം, ദുആ ചെയ്യണം. 6ാമത്തേത്, കടം വാങ്ങിയത് തിരിച്ചു നൽകുമ്പോൾ എന്തെങ്കിലും അധികം കൊടുക്കൽ വാജിബാണ്, സുന്നത്താണ്, ഹറാമാണ്? സുന്നത്താണ്. കടം വാങ്ങിയാൽ തിരിച്ചിട്ട് ഒന്നുകൂടി ഹദിയ എന്ന നിലയിൽ നമ്മൾക്ക് എന്താക്കാം? കൂടുതൽ കൊടുക്കാം. ചേരും പടി ചേർക്കുക. 1. മറ്റുള്ളവരുടെ അവകാശമാണ്. ഡി. സക്കാത്ത്. മറ്റുള്ളവരുടെ അവകാശമാണ് സക്കാത്ത് എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമുള്ളത്. ഓക്കെ. ഒരു വർഷത്തെ ദോഷം പൊറുക്കുന്ന നോമ്പ്, ഒരു കൊല്ലത്തെ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു തരും. അത് ഏത് നോമ്പ് നോക്കിയാലാണ് പുറത്തു തരിക? ആശുറ ദിവസം. ആശുറ. എ. മയ്യത്ത് മറവ് ചെയ്താൽ ചൊല്ലണം. മയ്യത്തിനെ മറവാടി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചൊല്ലേണ്ടത്? തസ്ബീത്ത് ചൊല്ലണം. അതേപോലെ തന്നെ 4ാമത്തേത്, ഹാജിമാർ ചൊല്ലുന്ന സിക്ർ, അതിനേക്കുള്ളതായ പേര് തൽബിയത്ത് എന്നുള്ളതാണ്. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന ചൊല്ലലില്ലേ, അതാണ് തൽബിയത്ത്. ഉഹുദ് മലയോളമുള്ള പ്രതിഫലം എന്താണ്? ഖീറാത്ത് എന്നതിനേക്കാണ് ഉഹുദ് മലയോളമുള്ളതായ പ്രതിഫലം എന്ന് പറയുന്നത്. വിട്ട ഭാഗം പൂരിപ്പിക്കുക. 1. വനക്കിഹി മിനൽ ഖതായ കമാ യുനക്ക സൗബുൽ അബിയൽ മിനദ്ദനസ് എന്നാണ് ഫിൽ ചെയ്യേണ്ടത്. 2. അസ്തൗദിഉല്ലാഹ ദീനക ഡാഷ് വ അമാനതക. അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതീമ അമലിക. 3. ഹജ്ജ് ചെയ്താൽ ഡാഷിനെ പോലെ പാപം രഹിതനാവും. ഏതുപോലെ? നവജാത ശിശു പ്രസവിച്ച ഉടനെയുള്ളതായ കുഞ്ഞിനെ പോലെ, നവജാത ശിശുവിനെ പോലെ. 4. കച്ചവട സാധനങ്ങളുടെ വിലയുടെ ഡാഷ് ശതമാനം സക്കാത്ത് നൽകണം. കച്ചവടത്തിൽ എത്ര ശതമാനമാണ് സക്കാത്ത് നൽകേണ്ടത്? 2.5%. 2.5. നോമ്പിലുള്ള തെറ്റുകളെയും അനാവശ്യങ്ങളെയും ഡാഷ് ശുദ്ധീകരിക്കും. ഏതാണ് ശുദ്ധീകരിക്കുന്നത്? ഫിത്ർ സക്കാത്ത്. അപ്പോൾ ഫിത്ർ സക്കാത്ത് കൊടുത്താലേ നോമ്പിൽ വരുന്ന തെറ്റുകുറ്റങ്ങൾക്ക് അല്ലാഹു തആല എന്താക്കുന്നുണ്ട്? അതിനെ ശുദ്ധിയാക്കുന്നുണ്ട്. 6ാമത്തേതാണ്, ദുൽഹിജ്ജ 9-നാണ് ഡാഷ് നോമ്പ് സുന്നത്തുള്ളത്. അറഫ നോമ്പ് ദുൽഹിജ്ജ 9-ക്കാണ് ഏത് സുന്നത്തുള്ളത്? അറഫ നോമ്പ് നോക്കലാണ് സുന്നത്തുള്ളത്. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 1. ഒരു റക്അത്തിന് 1,00,000 പ്രതിഫലമുള്ള മസ്ജിദുൽ ഹറാം. 3 പള്ളികളുടെ സവിശേഷതകൾ നമ്മൾക്കറിയാം. മസ്ജിദുൻ നബവിയിൽ 1000, അതേപോലെ തന്നെ മസ്ജിദുൽ അഖ്സയിൽ 500 പ്രതിഫലം, മസ്ജിദുൽ ഹറാമിൽ 1,00,000 പ്രതിഫലം, 1,00,000 പ്രതിഫലമുള്ളതാണ്. 2. അയ്യാമത്തെ ശരീക്ക് ഹാജിമാർ രാ പാർക്കണം. എവിടെ? മിനയിലാണ് രാ പാർക്കേണ്ടത്. മദീനയിൽ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ എവിടെയാണ്? ഉഹുദിൽ. പലിശ വാങ്ങുന്നവരെയും കൊടുക്കുന്നവരെയും ശപിച്ചു ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പലിശ, വട്ടി വാങ്ങുക, കൊടുക്കുക രണ്ടും കുറ്റകരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ശപിച്ചിട്ടുണ്ട്. 20 മിസ്കാൽ ഏകദേശം എത്ര ഗ്രാമാണ്? ആഭരണത്തിൻ്റെ കണക്കാണ് പറയുന്നത്. ഗോൾഡ്
അത് 20 മിസ് കാൽ എന്ന് പറഞ്ഞാൽ അറബിയുടെ ഒരു കണക്കാണ്. നമ്മളുടെ ഇംഗ്ലീഷ് 85 ഗ്രാമിനേക്കാണ് 20 മിസ് കാൽ എന്ന് പറയുന്നത്. ആറാമത്തത് കുറ്റമറ്റ ഹജ്ജിന് ലഭിക്കുന്ന പ്രതിഫലമെന്ത്? സ്വർഗം. ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. വിൽക്കുന്ന വസ്തു എങ്ങനെയുള്ളതാവണം? നമ്മൾ വിൽക്കുന്നതായ വസ്തു എങ്ങനെയുള്ളതാവണമെന്നാണ് ചോദ്യം. അത് ഉടമസ്ഥതയിലുള്ളത്, നജസല്ലാത്തത്, ഉപകാരമുള്ളത്, ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നതുമാവണം. 4 വിഷയമാണ്. ഉടമസ്ഥതയിലുള്ളതാവണം, നജസല്ലാത്തതാവണം, ഉപകാരമുള്ളതാവണം, ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നതുമാവണം. 2. ജന്നത്തുൽ ബഖീഇന്റെ മഹത്വമെന്ത്? ആയിരക്കണക്കിന് സ്വഹാബികൾ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. അത് തന്നെയാണ് അവിടുത്തെ മഹത്വം. 3. ഉംറക്ക് നിയ്യത്ത് ചെയ്യണം. എങ്ങനെ? നവയ്തുൽ ഉംറത വഅഹ്മർതു ബിഹാ ലില്ലാഹി തആല. ഞാൻ ഉംറയെ കരുതി അല്ലാഹു തആലക്ക് വേണ്ടി ഉംറ കൊണ്ട് ഇഹ്റാം കെട്ടാൻ ഞാൻ കരുതി എന്നതായിരിക്കണം നിയ്യത്ത്. 4. ചോദ്യമാണ്, നോമ്പുകാരന് 2 സന്തോഷമുണ്ട് എപ്പോഴെല്ലാം? നോമ്പുകാരന് 2 സന്തോഷമുണ്ട് എപ്പോഴെല്ലാം? ഒന്ന് നോമ്പ് തുറക്കുമ്പോഴും പരലോകത്തെ പടച്ചറപ്പ് സുബ്ഹാനഹു വ തആലയെ കാണുമ്പോഴും. 5. ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് എപ്പോൾ? പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് ഫിത്ർ സക്കാത്ത് നൽകണം. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ അവസാന പേജ് ലഭിച്ചിട്ടില്ല. പിന്നീട് കിട്ടിയ സമയത്ത് ഇൻഷാ അല്ലാഹ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ്.